ജാൻമണിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണോ? ജാൻമണി ഇന്ന് ഭീഷണി മുഴക്കി, ജെൻഡർ കാർഡ് ഇറക്കി അല്ലേ? ജാൻമണിയുടെ ഗെയിം പൊളിച്ചടുക്കിയോ ഗബ്രി? ഇന്ന് ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ വില്ലനാണോ നായകനാണോ? ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത, എല്ലാരെയും സ്നേഹിച്ച് നിന്ന് പിറകിൽ നിന്ന് നല്ല അസലായിട്ട് ഗെയിം കളിച്ച് എല്ലാവരുടെയും നെഗറ്റീവ്സ് പുറത്തിടുന്ന ജിൻഡോ അതെ ശരിക്കും വില്ലനാണോ? പിന്നെ ഗബ്രി നല്ല ഗെയിമറാണ്, മാനിപ്പുലേറ്ററാണ്, പലരുടെയും ഗെയിമുകൾ പൊളിച്ചെടുക്കുന്നുണ്ട്. ജാൻമണിയുടെ മുഖംമൂടി, ജിൻഡോയുടെ ഗെയിം എല്ലാം ഗബ്രിക്ക് പൊളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജാസ്മിൻ ഗബ്രി കോംബോ, ഈ ഒരു സംഭവം ഗബ്രിയെ കൊണ്ട് മുങ്ങുമോ? ബിഗ് ബോസ് സീസൺ 6 ഗബ്രിക്ക് ഒരു തരത്തിലും പോസിറ്റീവ് ആവാതെ നെഗറ്റീവ് ആവുമോ ഈ ഒരു സംഭവം? പിന്നെ ജാൻമണിയുടെ ക്യാപ്റ്റൻസി അത് പ്രീ പ്ലാൻഡ് ആണോ? ജാൻമണിയെ ക്യാപ്റ്റൻ ആക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചിട്ടാണോ ക്യാപ്റ്റൻസി നോമിനേഷൻ കൊടുത്തത്? ജാൻമണിയോട് മാത്രം എന്താ എല്ലാവർക്കും ഇത്ര സ്നേഹം? അവർക്ക് എന്താണ് ഇത്ര ഫേവറിസം എല്ലാവർക്കും ജാൻമണിയോട് മാത്രം? എൻ്റെ പേടിയുണ്ടോ ജാനുവിനെ? നോറ ഒത്തിരി കഷ്ടപ്പെട്ടു ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിൽ, പക്ഷേ ഭാഗ്യം തുളച്ചത് ജാൻമണിക്കാണ് അല്ലേ? ജിൻഡോയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി വീട്ടുകാർ. എല്ലാം നമുക്ക് നോക്കാം. മാർച്ച് 29 അനാലിസിസ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്, റിവ്യൂ ആയിട്ട് വന്നേക്കാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തീപ്പൊരി കണ്ടന്റുകളൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിലുള്ള ഗെയിമുകൾ നടക്കുന്നുണ്ട്. വൈൽഡ് കാർഡുകൾ കയറുന്നതിന് മുന്നേ, ഒരു ട്വിസ്റ്റുകൾ വരുന്നതിന് മുന്നേ ഓരോരുത്തരും അവരുടെ ഗെയിം കളിച്ച് ഓരോരുത്തരെയും നെഗറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട്. അതിന് ഒന്നാമത്തെ ഗെയിം ഇന്ന് പൊളിഞ്ഞത് ജാനുവിൻ്റെ ഗെയിമാണ്. അതെ, ജാനുവിന്റെ കൺട്രോൾ പോയി. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് എപ്പിസോഡിൽ കാണിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റി ആദ്യം തന്നെ ജാനുവിന്റെ ഫേക്ക് എന്ന് പറഞ്ഞത് ഗബ്രിയാണ്. ഇമേജ് കോൺഷ്യസ് ആയിട്ട്, ഭയങ്കര സെലിബ്രിറ്റി കോൺഷ്യസ് ആയിട്ട് എപ്പോഴും പവർ റൂമിൽ ഇരുന്ന് എല്ലാവരെയും ആജ്ഞാപിക്കാൻ ആഗ്രഹിക്കുന്ന ജാൻമണി. പക്ഷേ ഇന്ന് ഗബ്രി അത് കഴിഞ്ഞ് ജിൻഡോയും ജാൻമണിയെ കുറിച്ച് പറഞ്ഞായിരുന്നു, പുറത്ത് ഇങ്ങനെ ഒരാളല്ല, കോമഡി പറയുന്ന ആളല്ല ജാൻമണി എന്നുള്ളത്. അവർ രണ്ടുപേരും ജാൻമണിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ജാൻമണി ഇത് മനസ്സിലാക്കിയ ജാൻമണി അടുത്ത് വേറൊരു സംഭവം എടുത്തിട്ടു. 2 ദിവസം മുന്നേ ഗബ്രി ജട്ടി കഴുവാൻ വേണ്ടി ജാൻമണിക്ക് കൊടുത്തു എന്നുള്ളത്. ജട്ടി കഴുവാൻ വേണ്ടി കൊടുത്തതല്ല, ജാൻമണി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കരുത്, അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിവാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ 3 ജട്ടി തരട്ടെ എന്നെന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഗബ്രി ചെയ്തത് തെറ്റാണ്, പറഞ്ഞത് തെറ്റാണ്, പക്ഷെ അങ്ങനെ കൊടുത്തിട്ടില്ല. അതിന് സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സോറി പറഞ്ഞ് സോൾവ് ആക്കിയ വിഷയം ജാനു കൊടുത്ത് ഇന്ന് ഇടുന്നുണ്ട്. നീ എന്നെ ജട്ടി കഴുവാൻ തന്നതല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് തിരിച്ച് ജാൻമണി ഗബ്രിക്കെതിരായിട്ടുള്ള ഒരു ഗെയിമായിട്ട് എടുത്തിടുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇതിനകത്ത് ബുദ്ധിപരമായിട്ട് കുബുദ്ധി പരമായിട്ട് നിന്നത് ജിൻഡോയാണ്. ആദ്യം ജാൻമണിക്ക് എഗൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് പിന്നെ ഗബ്രിക്ക് എഗൻസ്റ്റ് ആയിട്ട് ജാനുവിനെ കൂട്ടുപിടിക്കുന്നത് നമുക്ക് ജിൻഡോയെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗബ്രിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ ജാൻമണി ദേഷ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് ജാൻമണി എന്ന് പറഞ്ഞ ഒരു നല്ല ഭയങ്കര നന്മയുള്ള അങ്ങനെയുള്ള ഒരു സംഭവം മാറി ജാനു തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. ജനറൽ കാർഡൊക്കെ ഇറക്കാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ അച്ഛനെ, നീ എൻ്റെ അച്ഛനാണോ, എൻ്റെ ഭർത്താവാണോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിന്നെ പുറത്ത് ജീവിക്കാൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജാനുവിൻ്റെ വായിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വന്നു. തെറിയൊന്നും വന്നിട്ടില്ല, പക്ഷേ കുറച്ച് ഔട്ട് ഓഫ് ദ കൺട്രോൾ ആയിട്ടുണ്ട്. അപ്പം ജാൻമണി സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഗെയിമിലേക്ക് വന്നത്. പിന്നെ എനിക്ക് ഗബ്രിയുടെ കാര്യം പറയാം. ഗബ്രി പല കാര്യങ്ങളും പലരുടെ അടുത്ത് മുഖത്തടിച്ച പോലെ തന്നെ പറയുന്ന ഒരു നല്ല പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഗബ്രി, നിങ്ങൾ ആരും എന്നെ ദേഹത്തേക്ക് ചാടരുതേ, ഗബ്രിനെ നല്ലത് പറയാൻ പാടില്ല എല്ലാവരും. ഗബ്രിക്ക് നല്ല വശങ്ങളുണ്ട്, പക്ഷെ ഗബ്രിയുടെ ഏറ്റവും മോശം വശം ഈ കോംബോയാണ്. ഈ കോംബോ കാരണമാണ് ആ പയ്യൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവുന്നത്. എല്ലാത്തിനും പുള്ളിക്കാരൻ നല്ല ബുദ്ധിയുണ്ട്, കുബുദ്ധിയുണ്ട്, മാനിപ്പുലേഷൻ ഉണ്ട്, കണ്ണിങ് ഉണ്ട്, എല്ലാവരെയും ട്രിഗർ ചെയ്യാനും പ്രൊവോക്ക് ചെയ്യാനുള്ള കഴിവ് എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഫുൾ മണ്ടത്തരമാണ് ജാസ്മിന്റെ കാര്യത്തിൽ. ഈ ജാസ്മിന്റെ കൈ പിടിച്ചിരിക്കലും ഉമ്മ കൊടുക്കലും കടിക്കലും, ഈ ഒരു കാര്യത്തിലാണ് ഗബ്രി താഴെ പൊക്കോണ്ടിരിക്കുന്നത്. ഗബ്രിയുടെ ഗെയിം എന്തൊക്കെ ചെയ്തിട്ടും നന്നായി വരാത്തത്, അതൊന്ന് മാറ്റിക്കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഗബ്രി മാറുമായിരുന്നു. എന്നെ തല കൊണ്ട് പോവല്ലേ, ഞാൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞതാണ്. അപ്പം ഇതുപോലെ തന്നെ ഗബ്രി ഇന്ന് ജിൻഡോയുടെ ഗെയിമും പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ഇനി ജിൻഡോയുടെ ഗെയിമിനെ കുറിച്ച് പറയാം. ജിൻഡോനെ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ജിൻഡോ പിന്നെ വെറുപ്പിക്കും, ഇഷ്ടപ്പെടും വെറുപ്പിക്കും. ആ രീതിയിലാണ് ജിൻഡോയുടെ ഗെയിം. ഇങ്ങനെയാണ് പോണത്. നമുക്കൊന്ന് ഇത് ദുഷ്ടൻ തന്നെ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും പാവം, എന്തെങ്കിലും നല്ല കാര്യം ചിരിപ്പിക്കും. അയ്യോ പാവമാണ് കേട്ടാ, ദുഷ്ടൻ തന്നെ, പാവമാണ് കേട്ടാ. ഈ ഒരു രീതിയിലാണ് ജിൻഡോയുടെ ഗ്രാഫ് പോകുന്നത്. ജിൻഡോനെ അവിടെ ആരും ജിൻഡോനെ വിശ്വസിക്കരുത്. കാര്യം ജിൻഡോ സ്നേഹത്തോടെ വന്ന് നിൽക്കും, നമുക്ക് പണിയും തരും. കാര്യം ജിൻഡോ അവിടെ ആർക്ക് വേണ്ടിയിട്ടും നിൽക്കുന്നില്ല, ആർക്ക് വേണ്ടിയിട്ടും കളിക്കുന്നില്ല. ജിൻഡോയ്ക്ക് വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. ജാനുവിന്റെ കൂടെ നിൽക്കുന്നു വെറുതെ. ഇന്ന് റസ്മിന്
റസ്മിന്റെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ മനഃപൂർവ്വം പ്രൊമോഷൻ ആണെന്ന് ജാൻമണി പറഞ്ഞു. അത് ജിൻഡോ പുറത്തിട്ടു. അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പം ഗബ്രിക്കെതിരെ കളിക്കുന്നുണ്ട്, എന്നിട്ട് ഗബ്രിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ആൾക്കാർക്കും വേണ്ടി ജിൻഡോ നിൽക്കുന്നുണ്ട്, എന്നിട്ട് അവർക്ക് ഓപ്പോസിറ്റ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ജിൻഡോനെ ആരും വിശ്വസിക്കരുത്. ജിൻഡോ അവിടെ ജിൻഡോയ്ക്ക് വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. ഇന്ന് ജിൻഡോയെ സമ്മതിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഉറങ്ങുന്നത് തെറ്റല്ല, ഞാൻ ലാസ്റ്റ് വരുന്നത് തെറ്റല്ല, പവർ റൂമിൽ ഡിസ്കഷൻ ചെയ്യുന്നത് തെറ്റല്ല. അപ്പൊ തനിക്ക് നേരെ വന്ന ആരോപണങ്ങളൊന്നും ഒരു പണിഷബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ജിൻഡോയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് റൂൾ ബുക്കിൽ അതൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി മീറ്റിംഗ് ഒക്കെ വിളിച്ചു വരുത്തി നല്ല രീതിയിൽ എന്നെ തെളിയിക്കാൻ നോക്കി. പക്ഷേ ആദ്യം അത് പറഞ്ഞത് ഗബ്രിയാണ്. നിങ്ങളുടെ മേലെയുള്ള കുറ്റം തെളിയിക്കാതിരിക്കാനും നിങ്ങൾക്കെതിരെ നിങ്ങൾ ഉണ്ടാക്കിയ റൂളുകൾ ആവാതിരിക്കാൻ, അതായത് റൂളുകളെല്ലാം ഇനാക്റ്റീവ് ആക്കി ക്യാൻസൽ ചെയ്യിക്കാനുമാണ് ഈ റൂൾ ബുക്കും കൊണ്ട് വന്നേക്കുന്നത് അല്ലേ എന്നുള്ള രീതിയിൽ ജിൻഡോയുടെ പിന്നെ അതുപോലെ തന്നെ അർജുൻ, അപ്സര, ജാസ്മിൻ, ശ്രീരേഖ ഇവരെല്ലാവരും ഇന്ന് ജിൻഡോയുടെ ആ ഒരു മാസ്റ്റർ പ്ലാൻ പൊളിച്ചടുക്കി. ഇനി ഇത് ലാലേട്ടന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ചിലവർ പറയുമായിരിക്കും പവർ റൂമുകാർക്ക് അതായത് ഉറങ്ങാൻ പാടില്ല, അപ്പൊ പിന്നെ ഉറങ്ങാൻ പാടില്ലെന്നാണ് ബിഗ് ബോസിന്റെ റൂള്, അതുകൊണ്ടാണ് ബൗബോ അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ബൗബോ അടിച്ചാലും കിടന്ന് ഉറങ്ങാമല്ലോ സുഖമായിട്ട്. അപ്പൊ ഇവിടെ ഗബ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ വെറുതെ നിൽക്കുന്നതല്ല, നമ്മളിവിടെ ജോലി ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ആ ജോലി ചെയ്യണം. അത് ചെയ്യാത്തത് കൊണ്ടാണ്, ഉറങ്ങുന്നത് കൊണ്ടാണ് ബൗബോ അടിക്കുന്നത്. അപ്പൊ അത് നേരത്തെ ലക്ഷറി ബജറ്റിൽ കട്ട് ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല. അതിന് പകരമാണ് നമുക്ക് പവർ റൂം തന്നിരിക്കുന്നത്. പവർ റൂമിന് ശിക്ഷ കൊടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ജിൻഡോ പറയാൻ അങ്ങനത്തെ ഒരു സംഭവമേ റൂൾ ബുക്കിലില്ല. അത് ജിൻഡോയുടെ മാനിപ്പുലേഷനാണ്, ജിൻഡോയുടെ ബുദ്ധിയാണത്. അത് ജിൻഡോ അങ്ങനെ ആക്കി തീർക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇതിനുള്ള ഉത്തരം ലാലേട്ടൻ കൊടുക്കണം. ലാലേട്ടന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ജിൻഡോയുടെ ഈ വക കാര്യങ്ങളെ പോയിന്റ് വെച്ച് കട്ട് ചെയ്യാൻ അവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് ഗബ്രിക്കും അപ്സരയ്ക്കും പറ്റിയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് പോയിന്റ് വെച്ച് അത് കട്ട് ചെയ്യാൻ തന്നെ ചെയ്യണം. അവിടെ വീട്ടിലുള്ള എല്ലാവരും ശ്രമിച്ചു, പക്ഷെ ജിൻഡോ അത് ഇപ്പോഴും ജിൻഡോ ഇച്ചിരി ഒന്നിതായി, പക്ഷെ ജിൻഡോ ഇപ്പോഴും ആ പോയിന്റ് തന്നെ പിടിച്ചു നിൽക്കുകയാണ്. കാര്യം അടുത്ത ആഴ്ചയും ജിൻഡോ തന്നെയാണ് പവർ റൂമിലുള്ളത്. അപ്പോൾ ഇനി ജിൻഡോ മാറ്റോ ഇല്ലയോ എന്ന് കാണാം. ജിൻഡോയുടെ ഒരു പ്രത്യേകത, ജിൻഡോ തെറ്റ് ചെയ്തെന്ന് ശിക്ഷിക്കാൻ പാടില്ല, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ തെറ്റ് ചെയ്യുന്നതൊക്കെ ശിക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു പവർ റൂം എന്ന് പറഞ്ഞ ഒരു മാതൃകയാവേണ്ടതാണ്, അല്ല ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് അല്ലല്ലോ. ഇനി അടുത്ത് ജാൻമണിയുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ. അത് ഒടുക്കത്തെ പ്രീ പ്ലാൻഡ് ആണ്. ജാൻമണി എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി നോമിനേഷൻ ചെയ്യണം എന്നുള്ളത്. അതുമാത്രമല്ല ജാൻമണിയോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഒരുപക്ഷെ ചിലപ്പോൾ സെലിബ്രിറ്റി ആയതുകൊണ്ടാവാം. അവിടെ ജാൻമണിയും യമുനയാണ് കുറച്ചും കൂടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മുകളിലുള്ളത്. അപ്പൊ സാധാരണ ആൾക്കാർക്ക് ജാൻമണിയോട് ഒരു റെസ്പെക്ട് ഉണ്ടാവാം. ആ റെസ്പെക്റ്റിൽ ആ ഒരു ഫേവറിസം നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. പക്ഷെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനമാകുമ്പോൾ ജാൻമണിക്ക് തന്നെ നെഗറ്റീവ് അടിക്കും. ഈ ഒരു സംഭവം ജാൻമണിക്ക് നെഗറ്റീവ് അടിക്കും. കാര്യം ജാൻമണിയെ അവർ സുപ്പീരിയർ ആയിട്ട് വെക്കും. അത് കഴിഞ്ഞ് അവർക്ക് ജാൻമണിയോട് പറയാനൊന്നും തോന്നൂല. ജാൻമണി എന്തൊക്കെ തെറ്റ് ചെയ്താലും വീട്ടുകാർ സഹിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമത്തിൽ പോയി ഇതെങ്ങനെ പറയണം ഇവരെ വിഷമിപ്പിക്കാനും പറ്റൂലല്ലോ എന്ന രീതിയിലായിട്ട് മാറും. പുറമേ അവർ സന്തോഷം കാണിക്കും, അകമേ അവർ വെറുപ്പും കാണിക്കും. അപ്പൊ ജാൻമണി അവിടെ സുപ്പീരിയർ ആവും. പിന്നെ ജാൻമണി ആരും ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ആരും മറ്റേ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ആ രീതിയിലാവുമ്പോൾ ജാൻമണി തന്നെ ഇവിടെ നെഗറ്റീവായിട്ട് മാറും. അത് ജാൻമണിക്കേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ക്യാപ്റ്റൻസിയിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ജാൻമണിയാണ് അടുത്ത ക്യാപ്റ്റൻ ആയത്. അപ്പം രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. ജാനു സത്യം പറഞ്ഞാൽ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. അവിടെ നിന്ന പൊസിഷനിൽ നോറ ഫ്രണ്ടിൽ, ജാൻമണി സെക്കൻഡ് നടുക്ക്, ശ്രീതു ബാക്കിലാണ്. ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. കാര്യം ബാക്കിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റത്തില്ല. ജാൻമണിക്ക് കിട്ടിയിരുന്നാൽ നോറ എങ്ങോട്ട് കാല് വെക്കുന്നുള്ള ജാൻമണിക്ക് അറിയാൻ പറ്റും. നോറ കാലെടുത്ത് വെക്കുമ്പോൾ ജാൻമണിയും കാലെടുത്ത് വെക്കും. ജാൻമണി അവിടെ ഒട്ടും അനങ്ങാതെ കാലുറപ്പിച്ച് വെച്ച് നിന്നു. നോറയ്ക്ക് ജാൻമണിയുടെ വെയിറ്റും കൂടെ പൊക്കിയാണ് നോറ കാലെടുത്ത് വെക്കുന്നത്. അപ്പൊ നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന്. നോറയ്ക്ക് ഫേവറബിൾ അല്ലായിരുന്നു ഈ ഒരു ടാസ്ക്. അപ്പം നോറ കഷ്ടപ്പെട്ട് ഒരുപാട് ശ്രമിച്ചു. അത് വീട്ടുകാർക്കൊക്കെ മനസ്സിലായി. വീട്ടുകാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നോറ ക്യാപ്റ്റൻ ആവണം എന്നായിരുന്നു, ജാൻമണി അല്ലായിരുന്നു. പക്ഷെ പുറമെ അവർ ജാനു സൂപ്പർന്ന് കാണിക്കുകയും ചെയ്യും. അത് ജാൻമണിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ ജിൻഡോ അത് മുതലെടുത്തു. വേറെ ആർക്കും താല്പര്യമില്ല, നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. കാര്യം ജിൻഡോയ്ക്കും യമുനയ്ക്കും നോറ ക്യാപ്റ്റൻ ആവുന്നത് ഇഷ്ടമല്ല. അവർക്ക് തമ്മിലുള്ള ഒരു ഇത് സിങ്ക് ആവൂല. ജിൻഡോയ്ക്ക് നോറ പവർ റൂമിൽ വരണ്ടെന്നാണ്. കാര്യം പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവും, തലവേദനയാവും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ജാൻമണിയുടെ കൂടെ മറ്റവർ കാണിച്ചെങ്കിലും അവർക്ക് ആഗ്രഹം നോറയാകണം എന്നായിരുന്നു ക്യാപ്റ്റൻ. അപ്പൊ ഇവിടെ നോറ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ ഭാഗ്യം ജാൻമണിയുടെ കൂടെയായിരുന്നു. ഇനി ജയിൽ നോമിനേഷൻ. എന്റെ പൊന്നോ, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയണ പോലെ അപ്സര, സത്യം പറഞ്ഞാൽ അപ്സരയും
നോമിനേഷനിൽ വരേണ്ടതായിരുന്നു, ഒരുപാട് വരേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ പവർ റൂം നോമിനേറ്റ് ചെയ്യേണ്ടത് ജാസ്മിനെ ആയിരുന്നു. കാര്യം ജാസ്മിനാണ് ഒരുപാട് റൂൾ ബ്രേക്ക് ചെയ്തത്. പക്ഷെ അവർ ഗബ്രിയെ നോമിനേറ്റ് ചെയ്തു. അങ്ങനെ നോമിനേറ്റ് വന്നില്ലായിരുന്നെങ്കിൽ അപ്സരനെ എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്ത് ജാസ്മിനും അപ്സരയാണ് ശരിക്കും പറഞ്ഞാൽ ജയിലിൽ പോവേണ്ടിയിരുന്നത്, റാസ്കൽ എന്ന പദപ്രയോഗത്തിൽ. എന്തായിരുന്നാലും ഈ ജാസ്മിനും ഗബ്രിയും കോംബോ ഒരു ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുകയാണ് ഇവർ പലപ്പോഴും ചെയ്യുന്നത്. അത് അറിയാലോ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ മലയാളം ഷോയിൽ എന്ത് നമ്മൾ ക്രോസ് ചെയ്താലും അത് എടുത്ത് ഭയങ്കര ഓവറായിട്ട് കാണിക്കും, സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ അത് അവർ അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ എയറിലാണെന്ന് വിചാരിച്ച് തന്നെയാണ് ഇവർ പലരും ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലി കളിക്കുമ്പോൾ നല്ല പ്ലേയേഴ്സാണ്. പക്ഷേ ഇവരുടെ കോംബോ വരുമ്പോൾ നെഗറ്റീവാണ്, പോവുകയാണ് ചെയ്യുന്നത്. അതിനി എങ്ങനെ അവർ മാറ്റുമോ ഇല്ലയോ, അതോ ഇനി അവർ എനിമീസ് ആയിട്ട് മാറുമോ ശത്രുക്കളായിട്ട് മാറുമോ എന്ന് കണ്ടറിയാം. എങ്ങനെയെങ്കിലും അവർ നല്ല പോയിന്റ് പറയുമ്പോൾ അടുത്ത ക്ലിപ്പിംഗ് കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഇത് കാണിക്കും. അപ്പോൾ നമ്മുടെ ഉള്ള ഇഷ്ടവും കൂടെ പോകും. അപ്പം അത് അവർ തന്നെയാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നോറയുടെ കാര്യം. നോറ നല്ലൊരു മത്സരാർത്ഥി, പക്ഷെ നോറ ഒന്നും കേൾക്കുന്നില്ല. നോറ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് കേൾക്കുന്നില്ല. കേട്ടിട്ട് വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായനെ. അപ്പം ഇതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അനാലിസിസ്. ഇനി അടുത്ത് എപ്പിസോഡ് മൊത്തം പറയാം, അതുമായിട്ട് വരാം. അങ്ങനെ മാർച്ച് 29 രാവിലെ 8 മണി കാക്കൊത്തിക്കാവിലെ കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാലഞ്ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം. എന്നിട്ട് രാവിലെ 8 മണിക്ക് ഇതൊക്കെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് റസ്മിനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ജിൻഡോ. അതിഭയങ്കര ഗൂഢാലോചന നടത്താനുള്ള പരിപാടിയാണ്. തൻ്റെ മേലെ വന്ന എല്ലാ കാര്യവും ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചടിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിൻഡോ ഇവിടെ പട്ടി കുരയ്ക്കുന്നതിന് പണിഷ്മെന്റ് കൊടുത്തത് ആരാണ്? അത് പിന്നെ പവർ ടീമല്ലേ. പക്ഷെ ആദ്യം കുരച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പട്ടി. അതുകൊണ്ട് നമ്മൾ പിന്നെ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. അത് നമ്മൾ പണിഷ്മെന്റ് വെച്ചിട്ടുണ്ടോ റസ്മിൻ? അങ്ങനെയാണെങ്കിൽ പിന്നെ പട്ടി കുരയ്ക്കുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങി എന്ത് ചെയ്യും? പണിഷ്മെന്റ് കൊടുക്കാതിരുന്ന പട്ടി കുരയ്ക്കുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങട്ടെ ഉച്ചയ്ക്ക്? എനിക്ക് യെസ് ഓർ നോ പറയാൻ പറ്റില്ല, കാരണങ്ങൾ സഹിതം എനിക്ക് പറയാൻ പറ്റുള്ളൂ ജിൻഡോ. അപ്പോൾ ജിൻഡോ പറയണം, ഫസ്റ്റ് ഡേ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ റസ്മിൻ, ഫസ്റ്റ് ഡേ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ 2, 3, 4 ഒക്കെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ? ആ പ്രശ്നം ഇവരുടെ നമ്മളിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് നമ്മളെ പ്രശ്നം പോവും. അതുകൊണ്ടൊന്നും നിങ്ങൾ നന്നായിട്ട് ബിഹേവ് ചെയ്താൽ മതി. ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചടിക്കണം. അതായത് ഒരു ദിവസം കൊണ്ട് നമ്മളിതിനെ ശരിയാക്കി എടുക്കണം. ശരിയൊക്കെ ആക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെയൊക്കെ നിൽക്കാം, ഓവറാക്കരുത്. ശരി, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണം മോർണിംഗ്. എല്ലാം കട്ട് ചെയ്തിട്ടാണ് കാണിക്കണം കേട്ടോ. ഇതൊന്നുമല്ല, പിന്നെ കാണിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ വീട്ടിൽ അനാവശ്യ ഡ്രാമ കാണിക്കുന്നത് ആരാണ്? അപ്പം ഋഷി, ഞാൻ കുറച്ച് പേരുടെ പേരുകൾ മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ. ജിൻഡോ പറഞ്ഞ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പോലും അവർ കാണിച്ചിട്ടില്ല. അപ്പം ജാൻമണി, ജിൻഡോ, പിന്നെ ഗബറി ഫുൾ ഫേക്കാണ്. അപ്പോൾ ഗബറി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഫുൾ ഫേക്ക്. അത് കഴിഞ്ഞ് ശരണ്യ, ശ്രീരേഖ, ജിൻഡോ, അതേപോലെ ഗബ്രി പിന്നെ ക്യാമറ ഉള്ളിടത്തൊക്കെ ഉണ്ട്. പിന്നെ നോറ എപ്പോഴും കരച്ചില്ല. അത് കഴിഞ്ഞിട്ട് യമുന ജിൻഡോനെ പറയുന്നത് ശ്രീരേഖയെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് റസ്മിൻ പറയുന്നത് ജിൻഡോ, പിന്നെ ഗബ്രി. ക്യാമറ എവിടെയുണ്ടോ അവിടെ ഗബ്രി ഉണ്ട്. നോറ പറയുന്നത് ജിൻഡോ, പിന്നെ ജാസ്മിൻ അനാവശ്യമായിട്ട് എനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് ഓള് തന്നെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കി. ജാസ്മിൻ ജിൻഡോനെ മാത്രമല്ല പറയുന്നത്, അതിനകത്ത് ജിൻഡോനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ജിൻഡോനെ പറയുന്നുണ്ട്, യമുനയെ പറയുന്നുണ്ട്, ഗബ്രിയെ പറയുന്നുണ്ട്, നോറയെ പറയുന്നുണ്ട്. നോറയെ ഒറ്റപ്പെടുത്തൽ കളിയായിട്ട് പറയുന്നുണ്ട് നോറയുടെ ഗെയിം. ശ്രീരേഖേനെയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഗബ്രി. ഇവിടെ ക്യാമറ സ്പേസ് വളരെ ആവശ്യമാണ്. നമ്മളെല്ലാവരും ക്യാമറ സ്പേസ് പിടിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ 4 ടൈപ്പാണ് ഇവിടെ ക്യാമറ സ്പേസ് പിടിക്കുന്നവർ. ഒന്ന് പറഞ്ഞാൽ കോമാളി, അതാണ് ജിൻഡോ. എടാ ഗബറി എന്ന് പറഞ്ഞ ജിൻഡോ നോക്കിയാണ്. പിന്നെ ജാൻമണി, ടോട്ടലി ഫേക്ക് പേഴ്സൺ. നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ. ശ്രീതു നല്ല വൃത്തിക്ക് ഡ്രസ്സ് ചെയ്ത് നടന്ന അടങ്ങി ഒതുക്കി പെണ്ണാണെന്ന് മലയാളി പ്രേക്ഷകർ കരുതും. അത് കഴിഞ്ഞ് നോറ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജിയാണ് കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ വന്നിട്ട് ആദ്യം പറയുന്ന പേരെന്ന് പറയുന്നത് എല്ലാവരെ കുറിച്ചും ജിൻഡോ പറയുന്നുണ്ട്, എല്ലാവരെ കുറിച്ചും. പക്ഷെ ആകെ 2-3 ജിൻഡോനെ കുറിച്ച് കാണിച്ചിട്ടുള്ളൂ. ജിൻഡോയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജാൻമണിയെക്കുറിച്ചും ജിൻഡോയാണ് പറഞ്ഞത് ഫേക്കാണെന്ന്. അപ്പോൾ റസ്മിൻ ഇവിടെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ് തിരിച്ചു പറയുന്നുണ്ട്, അത് ക്യാമറയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നോറ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് കാണിക്കുന്നു. അർജുൻ ഞാൻ സത്യസന്ധനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ ഡ്രാമ കളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ബോൾ എടുക്കൂലല്ലോ ശ്രീരേഖയുടെ അടുത്തുനിന്ന്. പിന്നെ ജാൻമണി, പുറത്ത് ഞാൻ ജാൻമണിയെക്കുറിച്ച് അന്വേഷിച്ചു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒട്ടുമേ കോമഡി അല്ലാത്ത ഒരു ക്യാരക്ടറാണ് ജാൻമണി. പിന്നെ അവരെങ്ങനെ ഇവിടെ കോമഡി കാണിക്കുന്നു എന്ന് പറഞ്ഞത് ജിൻഡോയാണ്. അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രശ്നങ്ങൾ നടന്നാൽ പോലും വെയിലത്തിറങ്ങാത്ത ജാസ്മിൻ ഞാൻ വെയിലത്തിരുന്ന് സ്ക്രീൻ സ്പേസ് പിടിച്ചപ്പോൾ വന്നിട്ട് സ്ക്രീൻ സ്പേസ് പിടിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയേ അവർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ജാൻമണിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്, കംപ്ലൈൻറ്റ് റസ്മിൻ്റെ അടുത്ത് ഗബ്രിക്കെതിരെ. റസ്മിൻ പവർ ടീം പറഞ്ഞാൽ മാത്രമേ ഗബ്രി കേൾക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ വോണ്ട് ടു രജിസ്റ്റർ കംപ്ലൈൻറ്റ്, രജിസ്റ്റർ. അപ്പോൾ ഗബ്രി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ റസ്മിൻ പോയിട്ട് ഗബ്രി നിനക്കെതിരെ കംപ്ലൈൻറ്റ് ഉണ്ട്, നീ പവർ ടീം മാത്രം പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു ഗബ്രി. ഇന്നലെ ജിൻഡോ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോയുടെ പണിഷ്മെന്റ് എന്തായിരുന്നു? ഫ്ലോർ ക്ലീൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജിൻഡോ ചെയ്തോളൂ എന്ന്. അപ്പോൾ ജാൻമണി വന്നിട്ട് ഭയങ്കരമായ ദാഷ്ട്യത്തിൽ എന്നോട് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല, പവർ ടീം പറഞ്ഞാൽ ഞാൻ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. ഞാനിവിടെ കാർപ്പറ്റ് കിച്ചണും ഒക്കെ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ആൾ തന്നെയാണ്. ജാൻമണിക്ക് ഒരു വിചാരമുണ്ട്, എന്ത് കാണിച്ചാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല എന്നാണ് ആ വിചാരം. പക്ഷേ മനസ്സിനകത്ത് അത് മടക്കി വെച്ചാൽ മതി, നാലായിട്ട് ഞാൻ സംസാരിക്കും. എനിക്ക് ആ കഴിവുണ്ട്, ഞാൻ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഉടനെ ജാൻമണി എടാ ഗബറി എന്നെ കൊണ്ട് ജാറ്റി കഴിവിക്കാൻ, ജാറ്റി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞില്ലേ ഗബറി, നീ ജാറ്റി വാഷ് ചെയ്യാൻ പറഞ്ഞില്ലേ ഗബ്രി? ഓ അവ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണല്ലേ കളിക്കുന്നത്. യമുന ചേച്ചിയുടെ മുന്നിൽ നിന്ന് ജാറ്റി വാഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നീ, ഓക്കെ ഫേക്ക് എന്ന് നീ പറഞ്ഞു എന്നെ. ഗബ്രി എന്നിട്ട് നീ എന്നെ ഫേക്ക് എന്ന് പറയുന്നു. അപ്പൊ കൂട്ടത്തിൽ കൂടി നിന്ന് അറ്റാക്ക് ചെയ്യാൻ എല്ലാവർക്കും കഴിയും ഗബ്രീനെ. അപ്പൊ ജാൻമണി ഗബറി നീ കേൾക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്നത്, അവന്റെ ഓർഡർ ഞാനും കേൾക്കത്തില്ല. ഓക്കെ യു ആർ ഫേക്ക് പേഴ്സൺ, ബാക്ക്ലെസ് പേഴ്സൺ, ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന പേഴ്സൺ. യു ഓൾ ബാക്ക് സ്റ്റാബ് യുവർ ഫ്രണ്ട്സ്, യു വിൽ ബാക്ക് സ്റ്റാബ്. ഓ യു ഓൾ യുവർ ഫ്രണ്ട്സ് യു വിൽ ബാക്ക് സ്റ്റാബ്. യു ആര്? ജാൻമണി. അപ്പൊ റസ്മിൻ ജാനു തൊണ്ട കംപ്ലൈന്റ് ആണ് ജാനു തൊണ്ട. എന്നോട് കളിക്കുന്നെങ്കിൽ നീ സൂക്ഷിച്ച് കളിക്കണം ഗബരേ കേട്ടോ. ഞാനുണ്ടല്ലോ ഞാൻ വലിച്ചു കീറിക്കളയും തന്നെ. ഓക്കെ പുതപ്പെടുത്ത് അടിക്കുക, എനിക്ക് വയ്യ. അപ്പൊ ജാൻമണി നമ്പർ 1 ഫേക്ക് മാനിപ്പുലേറ്റിംഗ് ആണ്. യമുന ചേച്ചിയുടെ മുന്നിൽ നിന്ന് ജാറ്റി വാഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഹൗ ക്യാൻ ഹി ഡു ദാറ്റ്? കട്ടിലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ ജാനു അണ്ടർവെയർ കഴുകാൻ പറഞ്ഞു. ആര് കഴുകാൻ പറഞ്ഞു? ജാനു പൊക്കോ ഞാൻ ഫേക്ക് അല്ല കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മലയാളികൾക്കും അറിയാം, മൊത്തം മലയാളികൾക്കും അവൻ്റെ ക്യാരക്ടർ, എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ക്യാരക്ടറാണ് അവൻ്റെ. എനിക്ക് ഹേർട്ട് ആവും ഇതൊക്കെ കേൾക്കുമ്പോൾ. അവനെ പോലെ അല്ല ഞാൻ കേട്ടോ, എനിക്ക് ഒന്നും വേണ്ട, തോന്നുന്ന പോലെ ഓരോന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അച്ഛനാണോ അവൻ? എൻ്റെ ഭർത്താവാണോ അവൻ? എൻ്റെ കൂടെ കിടക്കുന്ന ഭർത്താവാണോ അവൻ? ഇതൊക്കെ പറയാൻ വേണ്ടി ഹൂ ഹാരി ഓക്കെ എൻ്റെ പറയുന്നില്ല. രാത്രി ഇവന് രാവിലെ മോർണിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല, രാത്രി ഒളിച്ച് കളിക്കാൻ മാത്രം അറിയാം. എൻ്റെ സ്വഭാവം അവൻ അറിയത്തില്ല ഗബറേ. പുറത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ അവനെ, പുറത്ത് ജീവിക്കാൻ ഞാൻ അവനെ സമ്മതിക്കത്തില്ല. ഓക്കെ ഞാൻ പറയുന്നില്ല, ഞാൻ വിചാരിച്ച പോലെ അല്ല, നീ ആണിനോട് പെണ്ണിനോട് അല്ല കളിക്കുന്നത് ഗബറേ. അപ്പൊ റസ്മി ടോപ്പിക്ക് മാറിപ്പോയി ആള് കൂടിയേ. ടോപ്പിക്ക് മാറി ജാനു, ടോപ്പിക്ക് മാറി. ടോപ്പിക് ഒന്നും മാറിയിട്ടില്ല. അവൻ കളിക്കുന്ന ഗെയിം ആണിൻ്റെ അടുത്തും പെണ്ണിൻ്റെ അടുത്തും അല്ലാന്നാ പറഞ്ഞത്. ഓക്കെ എനിക്കറിയാം എൻ്റെ അടുത്താണ് കളിക്കുന്നത്. അപ്പൊ ടോപ്പിക്ക് മാറ്റി ജാനു, ടോപ്പിക്ക് മാറ്റി. നീ പറഞ്ഞത് തെറ്റാണ്. ഓക്കെ ഞാൻ പറയുന്നില്ല എനിക്ക്. അപ്പൊ ജിൻഡോ ജട്ടി കാര്യത്തിൽ എക്സ്പ്ലനേഷൻ വേണം ജാനു, ജട്ടി കാര്യത്തിൽ എക്സ്പ്ലനേഷൻ വേണം, അത്രേ ഉള്ളൂ. പ്ലീസ് ലീവ് മീ അലോൺ എന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി ഓടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗബ്രിയും ജാസ്മിനും. അപ്പൊ ഗബ്രി എത്ര ദിവസം കേട്ടിരിക്കും? ഋഷിയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞ കണ്ടില്ലേ, പുറത്ത് ആൾക്കാരെന്ത് വിചാരിക്കും പോലും. അത് കറക്റ്റാണ് കേട്ടോ. ഋഷിയുടെ കാര്യത്തിൽ പക്ക സേഫ് ഗെയിമാണ് ജാൻമണി കളിച്ചത്. അപ്പൊ നാട്ടുകാരെന്ത് വിചാരിക്കുന്നത്? ഇമേജ് കോൺഷ്യസ് അല്ലേ ഇവർ പറയുന്നത്? ഇവർ സെലിബ്രിറ്റി ആണ് പോലും. ഇവർ യമുന ചേച്ചിയാണ് ഭയങ്കര ഹൈ ക്ലാസ് സെലിബ്രിറ്റി എന്ന്. അപ്പൊ ജിൻഡോ അത് കഴിഞ്ഞിട്ട് ജാൻമണിയുടെ അടുത്ത് സ്മോക്കിംഗ് ഏരിയയിൽ ജാനു അവൻ പറയുന്നത് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്നറിയാമോ? നീ അടിക്കണം, നീ ഔട്ടാവണം. അതിനുവേണ്ടി അവൻ പലതും ചെയ്യും. അവൻ എന്നോട് ഈ കളിയാണ് കളിക്കണത്. ജാനുവിന് അടിക്കൊന്നും വേണ്ട, ജാനുവിന് നാക്കുണ്ട്, നാക്ക് വെച്ച് ജാനു കളിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അവൻ്റെ പേഴ്സണൽ ഈഗോ ഹേർട്ട് ചെയ്യുന്നു എൻ്റെ. ഞാൻ നാക്ക് വെച്ച് കളിക്കും, അത്രേ ഉള്ളൂ. അവൻ്റെ പവർ വെച്ചിട്ട് അവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അവൻ്റെ കൈ തിരുമിച്ചു. എനിക്ക് വേണമെങ്കിൽ അവൻ്റെ കൈനെ ഉടച്ചടിക്കാമായിരുന്നു, പക്ഷേ ഞാൻ അവനെ പുറത്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജാനു മനസ്സിലായി ജിൻഡോ ചേട്ടാ, മനസ്സിലായി, എല്ലാം മനസ്സിലായി. നോക്കിക്കോ, നമുക്ക് നോക്കാം ജാനു, നോക്കാം എന്ന്. ആരും സോറി ജിൻഡോയും അതുപോലെ നോക്കാം ജാനു, നോക്കാം. അത് കഴിഞ്ഞിട്ട് ജാനുവും ഋഷിയും, ജാനു നീ ഇങ്ങനെ പല വാക്കുകൾ സംസാരിക്കുന്നത് ശരിയല്ല. ഞാൻ തെറി വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. തെറി വിളിക്കണ കാര്യമല്ല ജാനു, പല കാര്യങ്ങളും തെറിയെക്കാട്ടി മോശമാണ്.
Don't screw me, okay? Sometimes I will get angry. അപ്പോൾ ഋഷി അങ്ങനെ ആംഗ്രി കളിച്ച് തന്നെ റോക്കി ചേട്ടൻ പോയത് എന്ന്. അത് കഴിഞ്ഞ് അപ്സരയും നോറയും. അപ്സര, നോറ നീ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇല്ലായിരുന്നു, അതാണ് പ്രശ്നം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നോറ നീ ഒന്ന് പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ഞാൻ പറയട്ടെ, നോറ ഒരാൾ പറയണമെന്ന് കേൾക്കൂല കേട്ടാ, പറഞ്ഞിട്ട് കേൾക്കുക. അല്ല സോറി, കേട്ടിട്ട് പറയുക. അതാണ് നോറ ചെയ്യേണ്ടിരുന്നത്. അതിന് പകരം നോറ ഞാനുണ്ടല്ലോ, ഞാൻ ചുമ്മാ ഡ്രാമ കളിക്കുകയാണെന്ന്. അപ്പൊ ജിൻഡോ അവിടെയും നിന്നെ ചുമ്മാടി, നീ ഡ്രാമയൊന്നും അല്ല കളിക്കണത് എൻ്റെ ജിൻഡോ. ഇവിടെ പറയണതല്ല അവിടെ, അവിടെ പറയണതല്ല ഇവിടെ, ഇവിടെ പറയണതല്ല അവിടെ. എൻ്റെ പൊന്നു ജിൻഡോ, എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് ഇട്ട് നിൽക്കുക. അപ്പൊ ജിൻഡോ, അതൊന്നുമല്ല, നീ നല്ല കുട്ടിയാണ്, നീ ഡ്രാമയൊന്നും അല്ല കളിക്കണത്. ഇവിടെ വേറെ ആരും എനിക്ക് ഫ്രണ്ടായിട്ടില്ല. ഞാൻ ചീത്ത വിളിച്ചാൽ പോലും കരയാറില്ല. അപ്പൊ നിന്നെ വിശ്വാസമില്ലേ അർജുൻ? ഇല്ല, ഞാൻ ടീമിൽ ഒരുമിച്ച് എന്നെ ഒറ്റപ്പെടുത്തുന്നത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ ടീം. ജിൻഡോ, എടി നീ കയറി വരുന്നുണ്ട്, അതിൻ്റെ ദേഷ്യമാണ്, അസൂയാണ് എല്ലാവർക്കും. ജിൻഡോ, അത് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് പകുതിയും കട്ട് ചെയ്ത് കളഞ്ഞു. BB+ ഉണ്ടാവും അത്. പകുതിയും കട്ട് ചെയ്ത് കളഞ്ഞു. ആ മീറ്റിംഗ് ഇങ്ങനെയൊന്നും അല്ല, നല്ല രസമുള്ള മീറ്റിംഗ് ആയിരുന്നു. ജിൻഡോയുടെ കണ്ടുപിടുത്തങ്ങൾ റൂൾ ബുക്കുമായിട്ട് വന്നേക്കെയാണ്. റൂൾ ബുക്കിൽ എനിക്ക് നേരെ വന്ന ആരോപണങ്ങൾ, റൂൾ ബുക്കിൽ പറഞ്ഞിട്ടില്ല പട്ടി കുരച്ചാൽ പണിഷ്മെന്റ് വേണം എന്നുള്ളത്. രണ്ടാമത്തത്, ലേറ്റായി വന്നാൽ പണിഷ്മെന്റ് വേണമെന്ന് റൂൾ ബുക്കിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ആർക്കും പണിഷ്മെന്റ് കൊടുത്തിട്ടുമില്ല ഉറങ്ങുന്നതിൻ്റെ പേരിൽ. എത്ര വിദഗ്ധമായിട്ട് തടിതപ്പാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് പവർ റൂം ഡിസ്കഷൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടണം എന്നുള്ളത് അതും റൂൾ ബുക്കിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോറ എടുത്ത് പവർ റൂമിലെ ഡിസ്കഷൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ജാസ്മിൻ എടുത്ത് അതെ, പവർ റൂം ഡിസ്കഷൻ പുറത്ത് പറയരുതെന്നുള്ളത് റൂളിലൊന്നും പറയില്ല, ബേസിക് മര്യാദയാണ്. പട്ടി കുരച്ചാൽ പണിഷ്മെന്റ് ഇല്ല എന്ന് ആരാ പറഞ്ഞത്? പട്ടി കുരയ്ക്കുന്നത് തന്നെ നമ്മൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഫുൾ കിടന്ന് ഉറങ്ങാമല്ലോ. വേണ്ട, പട്ടി കുരച്ചാൽ നമ്മൾ പണിഷ്മെന്റ് തരില്ല. അപ്പൊ ജിൻഡോ കാക്കയ്ക്കും നമുക്ക് ആർക്ക് പണിഷ്മെന്റ് ഇല്ല? പണിഷ്മെന്റ് ഇല്ല, പക്ഷെ നമ്മളത് കുരയ്ക്കാതിരിക്കാൻ വേണ്ടി നോക്കും. അതെങ്ങനെ? അത് നിങ്ങൾ ഉണർത്തിയിരുത്തും. അപ്പൊ അത് പണിഷ്മെന്റ് അല്ല. അല്ല 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 അപ്പൊ ശ്രീരേഖ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എപ്പോഴും വഴക്കാണല്ലോ. ഒരു തരത്തിലുള്ള ഒരു യോജിപ്പ് നിങ്ങൾ പവർ ടീം തമ്മിലില്ല. അപ്പൊ നമ്മൾ എന്താണ് കരുതേണ്ടത്? നിങ്ങൾ ഒത്തു പോകുമോ ഇല്ലയോ? അതിനൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാത്തിനും ക്ഷമ. ലേലു അല്ലു നമ്മൾ ഒത്തുപോകും. അപ്പൊ ഗബ്രി, അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പോയിന്റുകൾ വരുന്നത്. ഗബ്രി, അപ്പൊ നിങ്ങൾ ഇന്നലെ ബോർഡിൽ കുറച്ച് സംഭവങ്ങൾ എഴുതിയല്ലോ, അതൊക്കെ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്കെതിരെയുള്ള പണിഷ്മെന്റ് പവർ വെല്ലും മുഴക്കിയാണ് ആ പണിഷ്മെന്റ് നടത്തിയത്. അത് റൂൾ ബുക്കിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഫുൾ ക്യാൻസൽ ചെയ്ത്. ആഹാ, റൂൾ ബുക്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് റൂൾ ബുക്കിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളിവിടെ വന്നേക്കുന്നത്. നമ്മളിവിടെ ജോലി ചെയ്യാൻ, നമ്മളിവിടെ പെയ്ഡ് മെമ്പേഴ്സാണ്, നമുക്ക് ഓരോരുത്തർക്ക് പൈസ കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ജോലി ചെയ്യാനാണ് വന്നേക്കുന്നത്, ഉറങ്ങാനല്ല വന്നേക്കുന്നത്. പിന്നെ പട്ടി കുരയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പട്ടി കുരയ്ക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മളിവിടെ വന്നേക്കുന്നത്, അല്ലേ? പിന്നെ ഇനി നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പട്ടി കുരച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർ പവർ പോയിന്റ്, ശരിക്കും അവർ നമ്മുടെ ലക്ഷറി ബജറ്റ് കട്ട് ചെയ്യും. ഇതുവരെ കട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഏകകണ്ഠമായി എടുത്ത ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ റൂൾ ബുക്ക് അരിച്ചു പറക്കി നിങ്ങൾ വന്നേക്കെയാണ്. അത് ക്യാൻസൽ ചെയ്യുന്നത് നിങ്ങൾക്കെതിരെ വന്ന കംപ്ലൈന്റ് അസാധുവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റൂൾ ബുക്കുമായിട്ട് രാവിലെ വന്നേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പിന്നെ റൂൾ ബുക്കും കൊണ്ട് വന്നേക്കുന്നത് നിങ്ങൾക്കെതിരെയുള്ള കംപ്ലൈന്റ് തന്നെ അസാധുവാക്കാൻ വേണ്ടിയിട്ടല്ലേ. സോ നമുക്കത് മനസ്സിലായി, അതാണ് സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ജാസ്മിൻ, ജിനു ചേട്ടൻ ബിഗ് ബോസ് പറഞ്ഞാൽ കേൾക്കുമല്ലോ അല്ലേ? കേൾക്കും. അത് കഴിഞ്ഞ് അപ്സര ഇവിടെ ക്യാപ്റ്റനാണ്, പക്ഷെ സ്വന്തം കാര്യങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്സര ക്യാപ്റ്റന്റെ ഡ്യൂട്ടി ചെയ്യുന്നത്, നിങ്ങളെ പോലെയല്ല. അപ്പൊ അർജുൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നോറയ്ക്ക് കൊടുത്ത പണിഷ്മെന്റ് വേറെ ആർക്കും കൊടുത്തിട്ടില്ലോ, അതെന്താണ്? അത് കഴിഞ്ഞ് ജാസ്മിൻ, നിങ്ങൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒന്നും സമ്മതിച്ചു തരൂല. സമ്മതിച്ച് തന്നിരുന്നെങ്കിൽ എന്തോ കുഴപ്പമായിട്ടുള്ളത് പോലെ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് അപ്സര, ഇവിടെ നിന്ന് പോകുമ്പോൾ ജിനച്ചേട്ടൻ പറഞ്ഞതാണ്, ഞാൻ ലേറ്റായിട്ടേ മനഃപൂർവ്വം വരത്തുള്ളൂ, എനിക്ക് പണിഷ്മെന്റ് തരുന്നത് ആരാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ എല്ലാം കണക്ക് കൂട്ടിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഗബ്രി, അത് കഴിഞ്ഞ് പിന്നെയും ഗബ്രി സംസാരിക്കുന്നുണ്ട്. അതായത് ഗബ്രി അല്ല, റസ്മിൻ സംസാരിക്കുന്നുണ്ട്. അതായത് ആ പുള്ളിയുടെ തെറ്റുകൾ, അതായത് ജിൻഡോ ചേട്ടനുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ല, അത് എൻ്റെ തെറ്റ് തന്നെയാണ്, എൻ്റെ കഴിവുകൾ തന്നെയാണെന്ന് റസ്മിൻ സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജാൻമണിയുടെയും ഗബ്രിയുടെയും വിഷയം എടുത്തിടുന്നത് കേട്ടോ ലൈവിനകത്ത്. അപ്പോൾ ജിൻഡോ കൊണ്ടുവന്ന ഈ പോയിന്റുകളെല്ലാം വീട്ടുകാർ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാണ്. ജിൻഡോ മനഃപൂർവ്വമാണ് ഈ പോയിന്റുകൾ പിടിച്ചോണ്ട് വന്നത്. റൂൾ ബുക്കിൽ ഇതൊന്നും ഇല്ല,
നമുക്ക് പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ ജിൻഡോ ബുദ്ധിപരമായിട്ട് എടുത്തുകൊണ്ട് വന്നത് വീട്ടുകാർ തന്നെ കണ്ടുപിടിച്ച് അത് സ്ക്വാഷ് ചെയ്ത് കളയാ ചെയ്തത്. അതൊന്നും എപ്പിസോഡിൽ കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ജാൻമണി ഗബ്രിയും തമ്മിലുള്ള വിഷയം. അപ്പോൾ ജാൻമണി ഒരു വീട് എങ്ങനെ വൃത്തിയായി കിടക്കണം എന്നുള്ളത് എനിക്കറിയാം. ഗബ്രി ജാസ്മിനും വീട് ക്ലീൻ ചെയ്യുന്നില്ല, ക്ലീൻ ആക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർഡർ ആരോടും ചെയ്തിട്ടില്ല. ഓക്കെ, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഓർഡർ ചെയ്യുന്നതല്ല. അപ്പോൾ ഗബ്രി ജാൻമണി വളരെ ധാർഷ്ട്യത്തോടെയും കൽപ്പിക്കുന്നത് പോലെയാണ് എന്നെ ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലോർ ക്ലീനിങ് ചെയ്തോളാം, പക്ഷെ പവർ ടീം പറഞ്ഞാൽ ഞാൻ ചെയ്യും. പിന്നെ ഐഡിയലായിട്ട് നൈറ്റ് ടൈമാണ് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ നല്ലത്. കാര്യം രാവിലെ ഫുൾ എല്ലാവരും ചപ്പലിട്ട് നടക്കുന്നൊരു പൊടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെയ്യുന്നില്ല, രാത്രി ചെയ്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ, അല്ലാതെ ഞാൻ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഫ്ലോർ വൃത്തിയായിട്ട് കിടക്കുന്നത്? കിച്ചൺ രാവിലത്തതും വൈകുന്നേരത്തതും ഉച്ചയ്ക്കത്തതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ ശേഷം ഞാൻ ആരോടും ഓർഡർ ചെയ്യുന്നില്ല, എനിക്ക് ഓർഡറായിട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, ഞാൻ ഇവിടെ പല കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഗബ്രിയോട് പറഞ്ഞു ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, ഇപ്പം ജാസ്മിൻ എനിക്ക് മടിയുണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്നേഹത്തോടെ പറഞ്ഞാൽ മതി. പക്ഷെ ജാൻമണി ചേച്ചി അങ്ങനെ അല്ല പറഞ്ഞത്, സ്നേഹത്തോടെ അല്ല പറഞ്ഞത്. അപ്പം നോറ ജാൻമണി ചേച്ചി ഓർഡർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് നോറ മൊഴി കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഐ സെഡ് ഐ ഡോണ്ട് ഓർഡർ എന്ന് ജാൻമണി പറയുന്നുണ്ട്. അങ്ങനെ അത് അവസാനിക്കുകയാണ്, ആ ഒരു മീറ്റിംഗ് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നേക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ജാൻമണി, ശ്രീതു അതേപോലെ നോറേനെയാണ് ക്യാപ്റ്റൻസിയിൽ എടുത്തേക്കുന്നത്. ഇത് ജാൻമണിയുടെ വിഷയം, ജാൻമണിയുടെ പേര് നേരത്തെ അവർ സജസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു പേരാണ് ജാൻമണിയുടെ പേര്, അല്ലാണ്ട് എടുത്ത പേരല്ല. ജാൻമണി നേരത്തെ പറഞ്ഞു വെച്ച പേരാണ്. നമ്മൾ ഇന്നലെയും മഞ്ഞാത്തെയൊക്കെ ലൈവ് കണ്ടവർക്ക് അറിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ജാൻമണി, നോറ, ശ്രീതുവിൻ്റെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. സ്കീ ബോർഡിനകത്ത് 3 പേര് നിൽക്കണം. അത് എവിടെ നിൽക്കണം എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കും. ജാൻമണി നടുക്ക്, ശ്രീതു ഏറ്റവും ബാക്കിൽ, ഫ്രണ്ടിൽ നോറ. സത്യം പറഞ്ഞാൽ നോറ ആദ്യത്തെ റൗണ്ടിൽ ഔട്ടായത് ശ്രീതുവാണ്. ഇങ്ങനെ കാല് കവച്ച് വെച്ചിട്ട് ഔട്ടായി. കാല് പുറത്ത് പോയാൽ, അതായത് കാല് തറയിൽ വെച്ച് കഴിഞ്ഞാൽ ഔട്ടാണ്, അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ ഔട്ടാണ്. 2-3 തവണ അവരുടെ കാല് അതൊന്ന് ഊരിയായിരുന്നു, അത് കുഴപ്പമില്ല. പക്ഷെ വീണാൽ ബാലൻസ് തെറ്റി വീഴുന്നതാണ് ഔട്ടാവുന്നത്. സത്യമായിട്ടും ഏറ്റവും നന്നായിട്ട് ശ്രമിച്ചത് നോറയാണ്. കാര്യം നോറ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നോറയ്ക്ക് ബാക്കിൽ നിൽക്കുന്ന ജാൻമണിയെ കാണാൻ പറ്റത്തില്ല. ജാൻമണി കല്ല് പോലെ അവിടെ നിന്നിട്ട് നോറ എവിടെ കാല് വെക്കുന്നു ജാൻമണിക്ക് അത് നോക്കി കാല് വെക്കാൻ പറ്റും. നോറയ്ക്ക് ബാക്കിൽ ജാൻമണി എങ്ങനെയാണ് കാല് വെക്കണമെന്ന് അറിയത്തില്ല. അപ്പം ജാൻമണി നോറ ബാക്കിലോട്ട് പോയിരുന്നെങ്കിൽ ജാൻമണി വീണേനെ. പക്ഷെ നോറ സത്യമായിട്ടും ജാൻമണിയുടെ വെയിറ്റും കൂടെ പിടിച്ചു വെച്ചാണ് കളിച്ചത്. അത് ലൈവ് കണ്ടവർക്കേ അറിയുള്ളൂ. ഒരു മണിക്കൂർ എങ്ങാനും നോറ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജാൻമണിക്ക് നല്ല സ്ട്രെങ്ത്തും കൂടുതലാണ്. അതേപോലെ തന്നെ നോറ പുറത്ത് ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് നോറയ്ക്ക് അത് ഒരു അതിൻ്റെ ഒരു നെഗറ്റീവ് നോറയ്ക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോറ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ജാൻമണി ആണ് അവസാനം ക്യാപ്റ്റനായിട്ട് വന്നത്. അത് കഴിഞ്ഞ് ജാനു ജയിച്ചു കഴിഞ്ഞിട്ട് ജിൻഡോ ഞാൻ വിശ്വസിച്ചിട്ടേ ഇല്ല. ജിൻഡോ ഞാൻ പറഞ്ഞില്ലേ ജാനു നീ തന്നെ ക്യാപ്റ്റൻ ആകും എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഋഷി, സന്തോഷമായോ ഋഷി ഞാൻ ക്യാപ്റ്റൻ ആയതിൽ? ആർക്കും വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ. ജാനുവിന് ലെഗ് പവർ കൂടുതലാണ്. അത് കഴിഞ്ഞ് സ്മോക്കിംഗ് റൂമിൽ അപ്പം ജിൻഡോ പിന്നെ തിരികെറ്റാണ്. ജാനു ആ നോറയുടെ കാല് എത്ര തവണ ഗ്രീൻ കാർപ്പറ്റിൽ പോയെന്നറിയാമോ? ആ റസ്മിനാണ് സമ്മതിക്കാത്തത്. അപ്പോൾ ജിൻഡോ ചേട്ടാ, ജസ്മിൻ പിന്നെ അങ്ങനെ തന്നെ അല്ലേ ജിൻഡോ ചേട്ടാ? പോവാൻ പറ ജിൻഡോ ചേട്ടാ, നമുക്ക് നോക്കാം. അപ്പം ജിൻഡോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവനെതിരെ കംപ്ലൈൻറ്റ് ഇടാൻ വേണ്ടിയിട്ട്, ഞാൻ ശരിയാക്കി തരാമായിരുന്നു. പോട്ട് ജിൻഡോ ചേട്ടാ പോട്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് യമുനയും ജാനു ഇരുന്നപ്പോൾ ജാനുവിന് ബിഗ് ബോസ് ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ചതിന് സ്കീ ഐസ്ക്രീം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ പവർ ടീം പറഞ്ഞ നോമിനേഷൻ എന്ന് പറയുന്നത് ജാസ്മിൻ്റെ അല്ല, ഗബ്രിയുടെ ആയിരുന്നു. ജാസ്മിനാണ് അവർ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ജാസ്മിനാണ് ഏറ്റവും റൂൾ ബ്രേക്ക് ചെയ്തത്. പക്ഷേ ഗബ്രിക്ക് പവർ ടീം നോമിനേഷൻ കൊടുത്തു. ബാക്കി എല്ലാവരും കൂടെ അപ്സരയുടെ പേര് പറഞ്ഞായിരുന്നു. അർജുൻ, അതേപോലെ ഋഷി, കുറച്ച് പേര് അപ്സരയുടെ പേര് പറഞ്ഞു, റാസ്കലിൻ്റെ പദം ഉപയോഗിച്ചുകൊണ്ട്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ തടി തപ്പാൻ വേണ്ടി ജാസ്മിൻ്റെ പേര്. കാര്യം ജാസ്മിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം പുള്ളിക്കാരി എന്തൊക്കെ ചെയ്താലും 2 ഇടി കൊടുത്താൽ പോലും തിരിച്ചു വന്ന് ചാച്ചി എന്ന് പറഞ്ഞ് മിണ്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ജാസ്മിൻ്റെ തലയിൽ നമുക്ക് കൊണ്ടിടാം. പക്ഷെ അപ്സരയുടെ തലയെ കൊണ്ടിട്ടാൽ അപ്സര അത് തിരിച്ച് ഗെയിമിൽ കാണിക്കും. അത് കഴിഞ്ഞിട്ട് അർജുനും ജിൻഡോയും അൻസിബയും. ജിൻഡോ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളാണ്, ഒന്നും മനസ്സിൽ വെക്കില്ല. പിന്നെ അപ്പം അൻസിബ, അയ്യോ ഈ ജിൻഡോനെയാണ് എനിക്കിഷ്ടം, ഈ ജിൻഡോനെ. അത് കഴിഞ്ഞിട്ട് ഗബ്രിയും ജാസ്മിനുവെ ജയിലിൽ അടക്കിയ ഗബ്രിയും ജാസ്മിനെയും. നമ്മുടെ സമയം വന്നെത്തി, ഇവർ സന്തോഷത്തോടെ പോവുകയാണ് ജയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഋഷി, അയ്യോ അവളുടെ തിടുക്കം കണ്ടില്ലേ, എന്ത് ഹാപ്പി ആയിട്ടാണ് ജയിലിലേക്ക് പോണത്.
അപ്പോൾ ഗബ്രി നാളെ എൻ്റെ എല്ലും തോലും ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഋഷി ജാസ്മിനെ കാണാൻ എന്ത് ഭംഗി ജയിൽ ഡ്രസ്സിൽ. അങ്ങനെ അവരെ പൂട്ടുന്നു. ജയിൽ ടാസ്ക് രാത്രിക്കുള്ള ചപ്പാത്തി മൊത്തം പരത്തി കൊടുക്കണം കേട്ടോ. ചപ്പാത്തി കുഴയ്ക്കുന്നു, പരത്തുന്നു. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ജയിലിൽ കിടക്കണ ആളെ പ്രശ്നമുണ്ട്, ജയിലിൽ കിടക്കണ ആരോ ഔട്ടാവും. അപ്പോൾ ഗബ്രി ഞാനായിരിക്കും പോണത്, ബൈ ബൈ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. രാത്രി ജിൻഡോ മൽപ്പിടുത്തം, ഇങ്ങനെയാണ് കളിക്കേണ്ടത്. അപ്പോൾ അർജുൻ എനിക്ക് പേടിയാവുന്നു ബിഗ് ബോസ്, എനിക്ക് പേടിയാവുന്നു. ഒരു മല്ലനെ പോലത്തെ ആള് മിക്കവാറും നമ്മളെ ഇടിച്ച് നിലംപതിശാക്കി നമ്മളെ ഇയാളെ ഒന്ന് പുറത്താക്കുക ബിഗ് ബോസ് എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. അവസാനം അടവുകളൊക്കെ ഋഷിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ജയിൽവാസികൾക്ക് ഫുഡ് കഴിക്കാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യുന്നു ബിഗ് ബോസ് വീടിനെ. അപ്പോൾ ഗബ്രി കുറച്ചും കൂടെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. എൻ്റെ ഗബ്രി അത് ഡബിൾ മീനിങ് ആണ്. എന്നാലും ജിൻഡോ എന്തെങ്കിലും വേണോ? ഇതുവരെ അവരുടെ ജിൻഡോയ്ക്ക് പല മുഖങ്ങളാണ്, ചിലപ്പം ദുഷ്ടമുഖം, ചിലപ്പോൾ നന്മമുഖേ. അപ്പോൾ എന്തെങ്കിലും വേണോ? അപ്പം ഉടനെ ജാസ്മിൻ ഐസ്ക്രീം വേണം, ചോക്ലേറ്റ്, എന്നിട്ട് വേണം എനിക്ക് പണിഷ്മെന്റ് കിട്ടാൻ. ജിൻഡോ ചേട്ടാ പിന്നെ ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിത് തരണോ നിങ്ങൾ? ജിൻഡോ കാക്ക സ്വിമ്മിംഗ് പൂൾ പറഞ്ഞു തരുമോ നിങ്ങൾ? മര്യാദയ്ക്ക് ഐസ്ക്രീം എടുത്തുകൊണ്ട് വാ മനുഷ്യ. അപ്പോൾ ഗബ്രി എന്നെ രക്ഷിക്കൂ, ഈ താടകയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ, എൻ്റെ ചാരിത്രം അയ്യോ എന്നൊക്കെ പറഞ്ഞ് കടിയൊക്കെ കൊടുക്കുന്നുണ്ട് ജാസ്മിൻ്റെ കയ്യിൽ. ജിൻഡോ കാക്ക എന്ന് ജാസ്മിൻ വിളിക്കുന്നുണ്ട്. എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, BB+ നടന്ന കാര്യങ്ങളാണ്. BB+ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം റസ്മിൻ എല്ലാവരും പറഞ്ഞത്, അതെ ഞാനിവിടെ ഫിസിക്കൽ ട്രെയിനിങ് നടത്തിയത് ചിലവർ പറയാണ് അത് പ്രൊമോഷൻ ആണെന്ന്, എൻ്റെ പ്രൊമോഷനാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ ചെയ്തതായിട്ട് കാണിക്കുന്നതായിട്ടാണ് എല്ലാവർക്കും ഒരാൾ പറഞ്ഞത്. അത് ആരാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് പ്രൊമോഷന് വേണ്ടി ചെയ്തതല്ല. ഉടനെ തന്നെ ജിൻഡോ ചാടി. അങ്ങനെ ഇപ്പം ജാനുവിനെ ഞാൻ വെറുതെ വിടൂല, അത് ജാനുവാണ് പറഞ്ഞത്, അത് ജാനു. അപ്പോഴത്തേക്കും ജാനു ഞാൻ വെറുതെ പറഞ്ഞതാണ് തമാശയ്ക്ക്. ഓക്കെ ജാനു, കുഴപ്പമില്ല, ജാനു ആയതുകൊണ്ട് കുഴപ്പമില്ല, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഞാൻ തീർത്ത് കൊടുത്തേന്നുള്ള റസ്മിൻ. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ, ഓരോ ക്യാപ്റ്റൻസി നോമിനേഷനിലും ജാൻമണിയുടെ പേര് പറയേ. അപ്പം ജാനുവിൻ്റെ മുഖം കാണാനാണ് രസം. ജാൻമണി നമ്മുടെ ക്യാപ്റ്റൻ നോമിനേഷൻ ജാൻമണിയാ. ഇതാണ് ജാനുവിൻ്റെ ഫേസ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് റസ്മിൻ പറയാണ് ഇവിടെ അത് കഴിഞ്ഞ് റസ്മിൻ ഇത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ശരണ്യ നോറ കരച്ചിൽ, ശരണ്യ നോറേനെ ഡ്രാമ കളിക്കുന്ന ആളായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം ശരണ്യ പറയാണ് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്, ഞാൻ ഫേക്കായിട്ടുള്ളത് ഫേക്കായിട്ട് പറയും, എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഓഡിയൻസിനോടും ബിഗ് ബോസിനോടുമാണ്. ഞാൻ നോറയുടെ അടുത്ത് പറഞ്ഞത് നോറ പലപ്പോഴും ഫേക്കായിട്ട് ഡ്രാമ കളിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ്. ഞാൻ കാണിച്ചത് മുഴുവൻ ഡ്രാമയാണല്ലേ. അപ്പം റസ്മിൻ നീ ആദ്യം ഒന്ന് കേട്ടിട്ട് റിയാക്ട് ചെയ്യും. ഞാനൊന്നും പറയുന്നില്ല, ഞാനൊന്ന് കാണിച്ചേ. ഞാനൊരു കാര്യം പറയട്ടെ, നീ കേൾക്ക്, അവർ പറയുന്നത് നിന്റെ ഗുണത്തിനാണ്. നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? നീ എന്തെങ്കിലും കേട്ടോ? എനിക്കൊന്നും മനസ്സിലായില്ല. ആണ് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ നിർത്ത്, മതി നമുക്ക് പോവാം. അത് കഴിഞ്ഞ് അപ്സര ഇവിടെ ശരണ്യോട് പറയാണ് നോറയുടെ കാര്യം. എങ്ങനെയാണ് ഈ നോറേനെ നിങ്ങൾ നോമിനേറ്റ് ചെയ്തത്? എന്തെങ്കിലും ഇപ്പൊ കിച്ചന്റെ ക്യാപ്റ്റനാണ്, ഞാനൊക്കെ ഗ്രൂപ്പ് ക്യാപ്റ്റനിൽ നിന്നാണ് മെയിൻ ക്യാപ്റ്റനിലേക്ക് പോയത്. ഞാൻ എൻ്റെ പണികളൊക്കെ നന്നായിട്ട് ചെയ്യും. ഇപ്പൊ റോക്കി ആണെങ്കിൽ റോക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, റോക്കി ചെയ്യുകയും ചെയ്യും. എന്നിട്ടാണ് നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? അത് കഴിഞ്ഞ് ജാൻമണി കരയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ്. രാവിലെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നെഗറ്റീവ് അടിച്ചോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജിൻഡോ നെക്സ്റ്റ് റൂമിനകത്ത് റസ്മിനും നോറയും ഒരു പുതപ്പിനുള്ളിൽ കിടക്കുകയാണ്, അത് മൈക്കൂരി വെച്ചിട്ട്. ബിഗ് ബോസ് എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, ഞാനും പോയി കിടക്കട്ടെ ഒരു പുതപ്പിനകത്ത്. അപ്പം ശരി, ഇത് പറഞ്ഞതേ ഉള്ളൂ, ബൈ ബൈ. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു. നാളെ ലൈവ് അപ്ഡേറ്റ് ഉണ്ട്, പക്ഷെ വേറെ ഒന്നും ഉണ്ടാവത്തില്ല. കാര്യം ഫ്രൈഡേ ആണ്, അവർക്ക് ഡ്രൈ ഡേ ആയിരിക്കും. പക്ഷേ നാളെ സാറ്റർഡേ ലാലേട്ടനോട് ഷൂട്ടിംഗ് നടക്കുകയാണ്, അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും ബൈ.